പറയുന്ന ഒരു ഫീലാണ്. പക്ഷെ ഔപചാരികതയുടെ പേരിൽ ഏതാനും കസാരം കൊണ്ടും വൈദ്യുതം കൊണ്ടുമൊക്കെ ഇതൊക്കെ കാത്തു സൂക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി എന്ന് പറയുന്നത് ഇന്ന് കേരളത്തിലെ 6 ജില്ലകളിലായിട്ട് വളരെ മികച്ച രീതിയിൽ ജീവകാരുണ്യ പ്രവർത്തനമായിക്കോട്ടെ, എഡ്യൂക്കേഷൻ സെക്ടർ ആയിക്കോട്ടെ, ഏറ്റവും അഷറന്നായിരുന്നത് ആൻഡ് സക്സസ്ഫുള്ളി 6 ജില്ലകളിലായിട്ട് കാസർഗോഡ് മുതൽ അങ്ങ് പാലക്കാട് വരെയുള്ള 6 ജില്ല വേണം. അത് ഏറ്റവും അർഹരായിട്ടുള്ള ആളുകളിലേക്ക് എത്തിക്കണം എന്ന ഒരു ലക്ഷ്യത്തോട് തുടക്കം കുറിക്കുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് ഈശ്വരനാമത്തിൽ നമ്മൾ ഈ ഒരു ചടങ്ങ് ആരംഭിക്കുകയാണ്. സ്വാഗതം ചെയ്യുന്നതിനായി നിറഞ്ഞ സ്നേഹത്തോടു കൂടി ഞാൻ നമ്മുടെ തീയ മഹാസഭ കണ്ണൂർ ജില്ലാ വനിത ഇൻവൈറ്റ് ചെയ്യുകയാണ്. മാഡം, നമ്മുടെ ബഹുമാനപ്പെട്ട കണ്ണൂർ കോർപ്പറേഷൻ മേയർ പ്രസിഡന്റ് ശ്രീ എം.ടി. പ്രകാശൻ സർ, മറ്റേ ഒരു സമുദായ യോഗവും അതുപോലെ തന്നെ ആംബുലൻസിന്റെ തീയമഹാസഭയുടെ കരുണയുടെ ഹസ്തങ്ങൾ ജനങ്ങളിലേക്ക് നീങ്ങുകയുണ്ടായി. ഈ കാരുണ്യ പ്രവർത്തനത്തിന് വഹിക്കുന്നത് ശ്രീ എം.ടി. പ്രകാശൻ അവർകളാണ്. എം.ടി. പ്രകാശൻ അവർകളെ സംബന്ധിച്ചിടത്തോളം ആദരവോടെ സ്വാഗതം ചെയ്യും. ബഹുമാനപ്പെട്ട മേയറെ ഞാൻ ഈ പരിപാടിയിലേക്ക് ഹാർദവുമായി സ്വാഗതം ചെയ്യും. സുരേഷ് ചന്ദ്ര IPSനെ തികഞ്ഞ ആദരവോടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. കൗൺസിലർമാർ ശ്രീമതി അർച്ചന വണ്ടിച്ചാൽ ശ്രീമതി പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തതായി അറിയിച്ചോളും. ലയൺസ് ക്ലബിന്റെയാണ് ഞങ്ങളുടെ ഈ ഒരു ചടങ്ങിന്റെ ഏറ്റവും വലിയ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്. തീയ മഹാസഭ കണ്ണൂർ ജില്ലാ കമ്മിറ്റി സമുദായ കൂട്ടായ്മയുടെയും ഒപ്പം തന്നെ ആംബുലൻസ് സേവനം ജനങ്ങളിലേക്ക് സമർപ്പിക്കുന്നതുമായിട്ടുള്ള ഈ ചടങ്ങിന്റെ ഔപചാരിക എല്ലാവർക്കും പാവപ്പെട്ട ആളുകളെ ചേർത്ത് നിർത്തിക്കൊണ്ട് അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക, ഒരു ജീവകാരുണ്യ പ്രവർത്തനം തന്നെ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സാമുദായിക കൂട്ടായ്മയാണ് തീയ മഹാസഭ. എന്തായാലും സമുദായത്തിന്റെ ഉന്നമനത്തിന് വേണ്ടി എല്ലാ വിഭാഗം ആളുകളും, ഇതൊരു തീയ മഹാസഭ മാത്രമല്ല, എല്ലാ വിഭാഗം ആളുകളും അവരുടേതായിട്ടുള്ള സമുദായത്തിന്റെ ഉന്നമനത്തിന് വേണ്ടി, പ്രത്യേകിച്ചും അവശരായി കിടക്കുന്ന ആളുകളെ, അതാണ് ഏറ്റവും ഒരു സംഘടനയുടെ ഏറ്റവും വലിയ പ്രാധാന്യം ഒരു കൊടുക്കുന്നത്. നമ്മൾ അതിൽ ഉള്ള ആളുകളെ, അവശരായിട്ടുള്ള പാവപ്പെട്ടവരെ, കഷ്ടപ്പെടുന്ന ആളുകളെ, ദുരിതമനുഭവിക്കുന്ന ആളുകളെ ചേർത്ത് നിർത്തിക്കൊണ്ട് മുന്നോട്ട് പോവുക എന്ന് പറയുന്നത് ഏറ്റവും വലിയ കാര്യമാണ്. ആ ദൗത്യമൊക്കെ ഏറ്റെടുത്തുകൊണ്ടാണ് തീയ മഹാസഭ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ അവരുടെ പ്രവർത്തനം ഏകോപിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും സംഘടനയുടെ കരുത്ത് തന്നെയാണ് ഇവിടെ ഇന്ന് കാണുന്നത്. എന്തായാലും ഈ ഒരു വലിയ ചടങ്ങിന്, ഏറ്റവും മനോഹരമായിട്ടുള്ള, എന്താ പറയുക, അത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഈ ഒരു ചടങ്ങിന് പങ്കെടുക്കാൻ കഴിഞ്ഞത് തന്നെ ഒരു ഭാഗ്യമായി കരുതുകയാണ്. അതോടൊപ്പം നമ്മുടെ സുന്ദരേശ്വര ക്ഷേത്രത്തിന്റെ സന്നിധിയിലുള്ള ഈ ഒരു ചടങ്ങിന് ഇവിടെ എത്തിച്ചേർന്ന ഓരോരുത്തരെയും സ്നേഹത്തോടെ അഭിവാദ്യം ചെയ്തുകൊണ്ട് ഇനിയും ഈ സംഘടന ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാൻ അവർക്ക് കഴിയട്ടെ. അതിനെല്ലാവരുടെയും ഒരു കൂട്ടായ്മ വലിയ ഗുണകരമാകും എന്നുകൂടി സൂചിപ്പിച്ചുകൊണ്ട് എല്ലാവരെയും സ്നേഹത്തോടെ അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. നന്ദി, നമസ്കാരം.